സംസ്ഥാനത്ത് ഇടിമിന്നലേറ്റുള്ള മരണങ്ങൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഉയരുകയാണ്. ഇടിമിന്നലുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും ജാഗ്രതയിലുണ്ടാകുന്ന വിട്ടുവീഴ്ചയാണ് പലപ്പോഴും ജീവനെടുക്കുന്നത്. ഇടിമിന്നലിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നത് സംബന്ധിച്ച് അറിവില്ലാത്തതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ആകാശം മേഘാവൃതമാകുമ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിച്ചു തുടങ്ങണം. തുറസായ സ്ഥലങ്ങളിലും മരങ്ങളുടെ ചുവട്ടിലും ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും മിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും പ്ലഗുകൾ സോക്കറ്റിൽ നിന്ന് ഊരിയിടുക. ജനലുകളും വാതിലുകളും പൂർണ്ണമായി അടയ്ക്കുക. ഭിത്തികളിൽ തൊട്ടുനിൽക്കുന്നതും അപകടം വിളിച്ചു വരുത്തും. മിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും കൈ കഴുകുന്നതും പാത്രം കഴുകുന്നതും ഒഴിവാക്കണം. ലാൻഡ് ലൈൻ ഫോണുകൾ ഉപയോഗിക്കരുത്. ഇനി പുറത്താണെങ്കിൽ മിന്നൽ ലക്ഷണം കണ്ടാലുടൻ എത്രയും വേഗം കോൺക്രീറ്റ് മേൽക്കൂരയുള്ള സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് മാറുക. ഇടിമിന്നലേൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മരങ്ങൾക്കാണ്. അതിനാൽ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കരുത്. സുരക്ഷിതമായ കെട്ടിടങ്ങൾ ഒന്നുമില്ലെങ്കിൽ തുറസായ സ്ഥലത്തോ കുന്നിൻ മുകളിലോ നിൽക്കരുത്. താഴ്ന്ന പ്രദേശത്തേക്ക് മാറുക. ഇനി ഏതെങ്കിലും ജലാശയത്തിലാണുള്ളതെങ്കിൽ ഉടൻ തന്നെ കരയിലേക്ക് മാറാൻ ശ്രമിക്കണം. വെള്ളം വൈദ്യുതി കടത്തിവിടുന്നതിനാൽ ഇത് അതീവ അപകടകരമാണ്. മനുഷ്യരെപ്പോലെ തന്നെ മൃഗങ്ങളുടെ കാര്യത്തിലും ഈ മുൻകരുതലുകൾ ബാധകമാണ്. അന്തരീക്ഷം മേഘാവൃതമാകുമ്പോൾ തന്നെ വളർത്തുമൃഗങ്ങളെ സുരക്ഷിതമായ കൂടുകളിലേക്ക് മാറ്റുക. ലോഹച്ചങ്ങലകളിൽ അവയെ കെട്ടിയിടരുത്. അവസാന ഇടിമുഴക്കത്തിന് ശേഷവും കുറഞ്ഞത് 30 മിനിറ്റ് നേരമെങ്കിലും സുരക്ഷിതമായി തുടരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായ സമയത്തുള്ള നമ്മുടെ ഇടപെടലുകൾക്ക് ഒരു വലിയ ദുരന്തത്തെ ഒഴിവാക്കാൻ സാധിക്കും.